ജീവിതത്തെ പറ്റി ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാതെ പണ്ടാരടങ്ങി ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താട്ടോ മിന്നുവിൻ്റെ ഒരു കോള് വന്നത് സിനിമയ്ക്ക് പോയാലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എനിക്ക് തന്നെ അറിയില്ല. 1:30ക്കാണ് ഷോ. ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് 10 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക്. അവൾ വിളിച്ച എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ സിനിമേൻ്റെ പേര് പോലും മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതാ സിനിമ എന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ പോയത്. ഞങ്ങൾ പോയത് പാലക്കൽ മാളിലാട്ടോ, കുന്നമംഗലത്ത്. ടിക്കറ്റ് ബുക്കിംഗ് ഒന്നും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ടിക്കറ്റ് എടുത്തത്. സീറ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ ചർച്ചയ്ക്കൊടുവിൽ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാണാൻ പോയ സിനിമ ഏതാണെന്നല്ലേ? എക്കോ ആട്ടോ മൂവീൻ്റെ പേര്. സന്ദീപ് പ്രദീപ്, സൗരഭ് സച്ദേവ്, വിനീത്, വിനു, പപ്പു, നരേൻ തുടങ്ങിയ താരങ്ങളാട്ടോ സിനിമയിലുള്ളത്. അങ്ങനെ ഫിലിമിന് കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ കഴിക്കാനുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഴിക്കാനുള്ളതൊക്കെ വാങ്ങി ഞങ്ങൾ മൂവിക്ക് കയറി കേട്ടോ. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, നല്ല സസ്പെൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വലിയൊരു ഗ്യാപ്പിന് ശേഷം കേട്ടോ മൂവി കാണാൻ വേണ്ടിയിട്ട് പോയത്. കുറച്ച് കാലമായിട്ട് ഞാൻ തിയേറ്ററിൽ പോയിട്ട് മൂവിയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അതിൻ്റെതായ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൂവി തുടങ്ങി, ഇൻ്റർവെല്ലായി. ഞങ്ങൾ രണ്ടാളും ഓരോരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇനി മൂവിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ലൊരു സിനിമയാട്ടോ. എനിക്ക് മിന്നുവിന് ഒരുപാട് ഇഷ്ടമായി, നല്ല കഥയുമാണ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ബോറടിച്ചൊരു ദിവസം ഒരു അടിപൊളി ദിവസമായി മാറിയിട്ടോ. ഇടയ്ക്കൊക്കെ ഇതുപോലെ അന്തവും കുന്തവും ഇല്ലാതെ ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ മോട്ടിവേഷൻ തരണമെന്നൊന്നുമില്ല കേട്ടോ. സിനിമയ്ക്കോ പാർക്കിലോ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. പ്രത്യേകിച്ച് ഇതുപോലെ ജോലിയുള്ള അനിയത്തിമാരോ ചേച്ചിമാരോ ആണെങ്കിൽ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയാക്കി തന്നതിന് ഒരുപാട് സ്നേഹം മിന്നുവിന്. അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുട്ടി വ്ളോഗ്. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുള്ളൂ കേട്ടോ, അടിപൊളി മൂവിയാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ടാറ്റാ.